ഈ ഒരൊറ്റ അഫർമേഷൻ നിങ്ങൾ പറഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിൽക്കും. ഇത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളോട്. ഈ ഒരൊറ്റ അഫർമേഷൻ റിസൾട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫലം എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ എങ്ങനെയാണ് നമ്മളെ സ്വയം കാണുന്നത്, അതുപോലെയാണ് ലോകവും നമ്മളെ കാണുന്നത്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്താണോ അത് തന്നെയാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നത്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ വാല്യൂ നൽകുകയാണെങ്കിൽ ഈ ലോകവും നമുക്ക് വാല്യൂ നൽകും. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ടൈം റെസ്പെക്റ്റ് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമിനും മറ്റുള്ളവർ റെസ്പെക്റ്റ് തരും. നിങ്ങളെ തന്നെ നിങ്ങൾ ഉപാധികളില്ലാതെ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ ഈ ലോകവും നിങ്ങളെ ഉപാധികളില്ലാതെ, അതായത് അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ തുടങ്ങും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നമ്മളിൽ നിന്ന് തന്നെയാണ്. ശരിക്കും നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമ്മൾ സ്വയം അംഗീകരിക്കുന്നുണ്ടോ? നമ്മളിൽ നമ്മൾ തൃപ്തരാണോ എന്നുള്ള ചോദ്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ എൻ്റെ ഈ അഫർമേഷനിലേക്ക് തിരിച്ചു വരാം. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതായത് നമുക്ക് നമ്മോട് തന്നെ അഭിമാനം തോന്നുന്നു എന്ന് സ്വയം പറയുമ്പോൾ ഉണ്ടാകുന്ന ലൈഫിൽ വരുന്ന മാറ്റം ഭയങ്കര വലുതാണ്. ഞാൻ ഈ ചെറിയ അഫർമേഷൻ എൻ്റെ ലൈഫിൽ പറയാൻ തുടങ്ങിയ ശേഷം ഒരു നല്ല ഫീലിംഗ് തന്നെ എൻ്റെ മൈൻഡ് വരാൻ തുടങ്ങിയിരുന്നു. എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് ഫീൽ തോന്നാൻ തുടങ്ങി. നമുക്ക് നമ്മോട് തന്നെ പ്രൗഡ് ഫീൽ വന്നു കഴിയുമ്പോൾ വേറെ ഒരു ലെവലായി മാറും നമ്മുടെ ലൈഫ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ പാരൻസ് നമ്മളെക്കുറിച്ച് ഐ എം പ്രൗഡ് ഓഫ് യു മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്ന ഒരു ഫീലിംഗ് എത്ര വലുതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ സോളിനോട്, അതായത് നമ്മുടെ ഇന്നർ സെൽഫിനോട് പറയാൻ തുടങ്ങുന്നത്. ഇത് പറയാൻ തുടങ്ങുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ പോലും അത്ഭുതപ്പെടും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആ പ്രൗഡ് ഫീൽ പറയാനുള്ള ആളുകളെ നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ് പിന്നീടുള്ള ജോലി. അതായത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥലത്തു നിന്നും നമ്മളെ പ്രൗഡ് ഫീൽ ചെയ്യാനുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും. ഇത് ശരിക്കും ഒരു മാജിക്കാണ്. ഈ ഒരു ചെറിയ അഫർമേഷൻ അത്രയും പവർഫുള്ളാണ്. നിങ്ങളിത് ശരിക്കും ഇത് ചാൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. ശരിക്കും ഇത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി, നമ്മുടെ കണ്ണിൽ തന്നെ നോക്കി കുറച്ച് ടൈം ഈ ഒരു അഫർമേഷൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ശരിക്കും നമുക്ക് തന്നെ വല്ലാത്തൊരു പ്രൗഡ് ഫീൽ നമ്മളോട് തോന്നാൻ തുടങ്ങും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി നമുക്ക് വേണ്ടെല്ലാം എത്തിച്ചു തരികയാണ്. ശരിക്കും നമ്മളുടെ ഈ ഫീലിംഗ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ തുറക്കാൻ തുടങ്ങും. അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം നമ്മളിലേക്ക് വരാൻ തുടങ്ങും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത്രയും ചെറിയ വേർഡിന് ഇത്രയും പവറുണ്ടോ, ഇത് പറയാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എന്ത് തിരിച്ചു കിട്ടും, അങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കാതെ കുറച്ച് ടൈം ഈ ഒരു ചെറിയ അഫർമേഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ശരിക്കും 21 days എങ്കിലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞാണ് ഈ അഫർമേഷൻ പറയേണ്ടത്. സെറീന, ഐ ആം പ്രൗഡ് ഓഫ് യു. ഒരുപാട് സ്നേഹം എനിക്ക് എന്നോട് കൂടുമ്പോൾ ഞാൻ പറയേണ്ടത് ഐ ആം പ്രൗഡ് ഓഫ് യു ഡിയർ. നമ്മൾ പറയുന്ന ഒരു ചെറിയ വേർഡിന് പോലും നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. അതായത് വേർഡ്സിൻ്റെ പവർ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഈ അഫർമേഷൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് മിറാക്കിൾ തന്നു. ഇത് ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം നമ്മളുടെ ഷോൾഡർ തട്ടി നമ്മളെ സ്വയം ഒന്ന് അഭിനന്ദിച്ച് നോക്കൂ. അതിലും നമ്മളുടെ ഒരു പ്രൗഡ് ഫീൽ നമുക്ക് സ്വയം തോന്നുമ്പോൾ വേറെ ഒരു ലെവലായി മാറും നമ്മുടെ ജീവിതം. എന്തായാലും ഈ ഒരു ചെറിയ പ്രാക്ടീസ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. പിന്നീട് വരുന്ന മാറ്റം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.